ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ വൻ ശേഖരവുമായി ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ്. ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു. ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ്, കാളികാവ് റോഡ്, വണ്ടൂർ. മാസം തോറും 1000 രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം. മാസം തോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് 12,000 രൂപയുടെ സ്വർണം സ്വന്തമാക്കാം. മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ, വണ്ടൂർ. വാണിയമ്പലം താളിയംകുണ്ട് പൂളമണ്ണ റോഡിന്റെ സമ്പൂർണ്ണ നവീകരണ പ്രവൃത്തിക്ക് തുരങ്കം വെക്കാനുള്ള ശ്രമം നടക്കുന്നുവെന്ന് CPM. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 21 കോടിയിലധികം രൂപയാണ് പദ്ധതിക്ക് അനുവദിച്ചിട്ടുള്ളത്. എന്നാൽ ഈ പ്രവൃത്തി നടത്താതെ താൽക്കാലിക കുഴിയടക്കൽ മാത്രമാണ് ഇപ്പോൾ നടത്തുന്നത്. നടത്തിപ്പ് ചുമതലയുള്ള ഉദ്യോഗസ്ഥരും കരാറുകാരും ഗൂഢാലോചന നടത്തിയാണ് പ്രവൃത്തി അട്ടിമറിക്കുന്നത്. AP അനിൽകുമാർ MLA പിന്തുണയോടെയാണ് സമ്പൂർണ്ണ നവീകരണ പ്രവൃത്തിക്ക് തുരങ്കം വെക്കുന്നതെന്നും CPM നേതാക്കൾ ആരോപിച്ചു. വണ്ടൂർ മഞ്ചേരി നിയോജക മണ്ഡലങ്ങളിലെ വണ്ടൂർ, പോരൂർ, പാണ്ടിക്കാട് പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് വാണിയമ്പലം താളിയംകുണ്ട് പൂളമണ്ണ റോഡ്. ഒരു പതിറ്റാണ്ടിലധികമായി തകർന്നു കിടക്കുന്ന റോഡിന്റെ സമ്പൂർണ്ണ നവീകരണ പ്രവൃത്തിക്കായി ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ് കിഫ്ബിയിൽ ഉൾപ്പെടുത്തി 21 കോടി 60 ലക്ഷം രൂപ വകയിരുത്തിയത്. വിവിധ കടമ്പകൾ കടന്ന് റോഡ് നിർമ്മാണം യാഥാർത്ഥ്യമാകുന്ന സാഹചര്യം വന്നെങ്കിലും പ്രസ്തുത പ്രവൃത്തി നടത്താതെ താൽക്കാലിക കുഴിയടക്കൽ മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. 21 കോടി 60 ലക്ഷം രൂപയുടെ പദ്ധതി വൈകിപ്പിക്കുവാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇപ്പോൾ നടക്കുന്ന കുഴിയടക്കൽ പ്രവൃത്തി. കിഫ്ബിയിൽ അനുവദിച്ച ഫണ്ടിൽ നിന്ന് 40 ലക്ഷം രൂപയാണ് കുഴിയടയ്ക്കുവാൻ മാറ്റിവെക്കുന്നത്. ഇതോടെ പദ്ധതി പൂർണ്ണതോതിൽ നടപ്പിലാക്കുമ്പോൾ ഫണ്ട് തികയാതെ വരും. കുഴിയടയ്ക്കുന്ന പ്രവൃത്തി നടത്തിയാൽ അടുത്ത ഒരു വർഷത്തേക്ക് മറ്റൊരു പ്രവൃത്തി ഈ റോഡിൽ നടപ്പിലാക്കാൻ കഴിയില്ല. ബോധപൂർവ്വം നടത്തുന്ന പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരു വർഷം കഴിയുമ്പോൾ നിലവിൽ അനുവദിച്ചിട്ടുള്ള തുക തികയാതെ വരും. ഇതോടെ എസ്റ്റിമേറ്റ് റിവേഴ്സ് ചെയ്യേണ്ടി വരികയും ബാക്കി തുകയ്ക്ക് മറ്റു മാർഗങ്ങൾ കണ്ടെത്തേണ്ടി വരികയും ചെയ്യും. ഇത് വീണ്ടും പ്രവൃത്തി വൈകാൻ കാരണമാകും. കരാറുകാരുമായി ഒത്തുചേർന്ന് ഉദ്യോഗസ്ഥരാണ് പ്രവൃത്തി അട്ടിമറിക്കുന്നത്. ഈ റോഡ് യാഥാർത്ഥ്യമാക്കണമെന്ന താൽപര്യത്തോടെ ആത്മാർത്ഥമായ പ്രവർത്തനം സ്ഥലം MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ലെന്നും CPM ഏരിയ സെക്രട്ടറി B. മുഹമ്മദ് റസാഖ് പറഞ്ഞു. വാണിയമ്പലം പൂളമണ്ണ റോഡിന്റെ കിഫ്ബിയിൽ ഉൾപ്പെടുത്തി 21 കോടിയിലധികം രൂപ ചെലവഴിച്ച് നിർമ്മിക്കാനിരുന്ന റോഡിന്റെ പ്രവർത്തനം അനിശ്ചിതമായി നീളുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഒന്നാം പിണറായി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അനുവദിച്ചതാണ് കിഫ്ബി വഴി 21 കോടി 60 ലക്ഷം രൂപ ഈ റോഡിൻ്റെ നിർമ്മാണത്തിന്. വർഷങ്ങളായി അവിടെയുള്ള ജനങ്ങൾ ഈ റോഡിൻ്റെ പ്രവർത്തനം ആരംഭിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരവധി പ്രക്ഷോഭങ്ങളും മറ്റ് രീതിയിലുള്ള ക്യാമ്പയിനുകളൊക്കെ നടത്തിയതാണ്. പക്ഷേ ഇപ്പോൾ ഏറ്റവും അവസാനം എത്തിച്ചേർന്നിട്ടുള്ളത് ആ 21 കോടി 60 ലക്ഷം രൂപയുടെ പണം ചെലവഴിച്ചുകൊണ്ട് റോഡ് നിർമ്മിക്കുന്നതിന് പകരം റോഡിലെ കുഴികളടക്കുന്ന പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കുഴികളടക്കുന്നത് മറ്റൊന്നുമല്ല, ഈ കിഫ്ബി വഴി നടത്തേണ്ട 21 കോടിയുടെ പദ്ധതി താമസിപ്പിക്കാൻ, വൈകിപ്പിക്കാനുള്ള വലിയ ഗൂഢാലോചന ഇതിൻ്റെ പിന്നിൽ നടന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു റോഡിൻ്റെ മുകളിൽ 2 ഫണ്ട് വെക്കാൻ നിലവിൽ നിയമമില്ല. അതുകൊണ്ട് കിഫ്ബിയിൽ അനുവദിച്ച ഫണ്ടിൽ നിന്ന് 40 ലക്ഷം രൂപ ഈ കുഴി അടക്കുന്നതിന് വേണ്ടി ഇവർ മാറ്റിവെക്കുകയാണ്. അതുതന്നെ വലിയ അഴിമതിയാണ്. അതോടുകൂടി കിഫ്ബിയിലെ പണം തികയാതെ വരുന്നു, അത് കുറയുന്ന ഒരവസ്ഥ വരും. കുഴിയടക്കുന്ന പ്രവർത്തനം പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നീട് ഒരു വർഷത്തേക്ക് ഇതിൽ മറ്റു പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയില്ല, മറ്റു നിർമ്മാണ പ്രവർത്തനം ആ റോഡിൽ നടത്താൻ കഴിയില്ല. അതിൻ്റെ ഭാഗമായി സംഭവിക്കാൻ പോകുന്നത് കിഫ്ബി വഴി അനുവദിച്ച 21 കോടിയുടെ റോഡിൻ്റെ നിർമ്മാണം കുറഞ്ഞതൊരു വർഷക്കാലത്തേക്കെങ്കിലും ഇനിയും വൈകാൻ പോവുകയാണ്. അത് വളരെ ബോധപൂർവം നടത്തിയ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഒരു വർഷം കഴിയുമ്പോൾ ഇപ്പം നിലവിൽ വെച്ചിട്ടുള്ള ഇതിനനുവദിച്ചിട്ടുള്ള പണം തികയാതെ വരും. തികയാതെ വന്നാൽ ആ എസ്റ്റിമേറ്റ് വീണ്ടും റിവൈസ് ചെയ്യണം. റിവൈസ് ചെയ്യുമ്പോൾ കൂടുതൽ പണം ഇതിനു വേണ്ടി നീക്കിവെക്കാനുള്ള മറ്റ് സോഴ്സുകൾ കണ്ടെത്തി അതിൻ്റെ സാങ്കേതികമായ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാകുമ്പോൾ വീണ്ടും 1-2 വർഷം ഈ റോഡിന്റെ നിർമ്മാണം വൈകുന്നൊരവസ്ഥ നിലനിൽക്കുന്നുണ്ട്. വണ്ടൂർ നിയോജക മണ്ഡലത്തിൽ LDF സർക്കാർ കൊണ്ടുവന്ന എല്ലാ പ്രധാനപ്പെട്ട പദ്ധതികൾക്കും തുരങ്കം വെക്കുന്ന നിലപാട് MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. അപ്പോൾ ഈ റോഡിന്റെ നിർമ്മാണ ചുമതല ഏറ്റെടുത്ത ഉദ്യോഗസ്ഥർ ആ സംവിധാനങ്ങളെല്ലാം നടത്തിയ വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് കരാറുകാരുമായി ഒത്തുചേർന്നുകൊണ്ട് ഈ റോഡിൻ്റെ പ്രവർത്തനം വൈകിപ്പിക്കുന്നതിന് വേണ്ടി അവരൊരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. രണ്ടാമത്, ഈ റോഡ് യാഥാർത്ഥ്യമാക്കണമെന്നുള്ള താല്പര്യത്തോടുകൂടി ആത്മാർത്ഥമായൊരു പ്രവർത്തനം ഇവിടുത്തെ MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല. ഇതിലിടപെട്ടുകൊണ്ട് ആ റോഡിൻ്റെ നിർമ്മാണമാണ് ആദ്യം നടത്തേണ്ടത്, കുഴിയടക്കലല്ല പ്രധാനപ്പെട്ടത് എന്ന്
അധികാരികളെ ബോധ്യപ്പെടുത്തി റോഡിൻ്റെ പ്രവർത്തനം ആരംഭിക്കാനുള്ള ഉത്തരവാദിത്വം അവർ ഏറ്റെടുക്കണം. അതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം വണ്ടൂർ നിയോജക മണ്ഡലത്തിനകത്ത് LDF ഗവൺമെൻറ് കൊണ്ടുവന്ന എല്ലാ പ്രധാനപ്പെട്ട പദ്ധതികൾക്കും തുരങ്കം വെക്കുന്ന നിലപാട് MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് പൂളമണ്ണ വാണിയമ്പലം റോഡിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിരിക്കുന്നത്. 1-2 വർഷക്കാലത്തേക്ക് ഈ പണം ചെലവഴിച്ചുകൊണ്ട് ഈ റോഡ് നിർമ്മിക്കാൻ കഴിയില്ല എന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനെതിരായി വലിയ ജനകീയ പ്രക്ഷോഭം, ജനങ്ങളുടെ വലിയ പ്രതിഷേധം ഉയർന്നു വരണം. ഇല്ലെങ്കിൽ ആ റോഡ് യാഥാർത്ഥ്യമാകില്ല എന്നുള്ളതാണ്. വിഷയത്തിൽ ജനകീയ പ്രതിഷേധം ഉയർന്നു വരണമെന്നും അല്ലാത്ത പക്ഷം പ്രസ്തുത റോഡ് യാഥാർത്ഥ്യമാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. CPM ഏരിയ കമ്മിറ്റി ഓഫീസിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ CPM ജില്ലാ കമ്മിറ്റി അംഗം PK മുബഷിർ, ഏരിയ സെന്റർ അംഗം V അർജുനൻ എന്നിവരും പങ്കെടുത്തു. ഈസ്റ്റ് ലൈവ്, വണ്ടൂർ. സ്വർണം സ്വന്തമാക്കാൻ നിരവധി അവസരങ്ങൾ അലിസൺ ഗോൾഡ് സൂക്ക് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വിവാഹ പാർട്ടികൾക്ക് അഡ്വാൻസ് ബുക്കിംഗിലൂടെ 0% പണിക്കൂലിയിൽ സ്വർണം സ്വന്തമാക്കാം. അലിസൺ ഗോൾഡ് സൂക്ക്, AM മാർക്കറ്റ്, മണലിമൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ. 3ാം വാർഷിക തിളക്കത്തിൽ ഹയാ ഗോൾഡ് പുതിയ വിസ്മയങ്ങൾ തീർക്കാൻ ഒരുങ്ങുന്നു. ഓരോ 50,000 രൂപയുടെ ഗോൾഡ് പർച്ചേസിനും ഗോൾഡ് കോയിൻ സമ്മാനം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 75% ഡിസ്കൗണ്ട്. ഹയാ ഗോൾഡൻ ഡയമണ്ട്സ്, വണ്ടൂർ.